നമസ്കാരം. ചാമക്കാല മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഡേ ഓഫാണ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ റൂമിലത്തെ കാഴ്ചകളായിട്ട് കാണാം. ഞങ്ങൾ മീൻകറി വയ്ക്കാൻ പോകണം. ഇന്ന് മീൻകറി, മീൻ വറുത്തത്, പരിപ്പ് മുരിങ്ങക്കായും. ഇതാണ് നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ആ പരിപ്പ് അതുപോലെ മീൻ വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പരിപ്പ് മുരിങ്ങക്കായ മീൻ വറുത്തത് അല്ലേ ചേട്ടാ? അതല്ല ഇന്നത്തെ പരിപാടി. അപ്പോൾ ആ പരിപ്പ് കഴുകി കറി വയ്ക്കാനുള്ള പരിപാടിയാണ്. പരിപ്പ് കഴുകിയത് കുക്കറിൽ കറി വെക്കുകയാണ്. മുരിങ്ങക്കായ മൂത്താണ് ഭയങ്കര തേങ്ങ നമ്മളെ തൃശ്ശൂർ സ്റ്റൈലിൽ വെക്കല്ലേ? തേങ്ങ പാലൊഴിച്ചില്ലേ? കടുകൊടി നമ്മളവിടെ അങ്ങനത്തെ കറി തൃശ്ശൂര് ഞങ്ങളുടെ ആ ഏരിയയിൽ മാത്രമേ ഉള്ളൂ സംഭവം. പിന്നെ ബാക്കിയോടൊക്കെ ഞാൻ പല സ്ഥലത്തും കഴിച്ചിട്ടുണ്ട് മുരിങ്ങക്കായ. പക്ഷെ ഒരു മുരിങ്ങക്കായും മീനൊക്കെ ഇഷ്ടം പരിപ്പ് ഇട്ടിട്ടില്ല, മീനും മാങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മളവിടെ മാത്രമേ ഞാൻ മുരിങ്ങക്കായം പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ ആരെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിലൊന്ന് പറയട്ടല്ലേ? തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് പറയട്ടെ. എനിക്ക് ഇവരുടെ നാട്ടിൽ മുരിങ്ങക്കായം പരിപ്പ് എങ്ങനെ വെക്കുന്നുള്ളത്. പിന്നെ അതിപ്പോ കമന്റ് ആകേണ്ടവരുള്ളൂ അല്ലേ? അതാണ് ഏറ്റവും വലിയ വിറ്റ്. മാങ്ങയും പിന്നെ തക്കാളി പലപ്പോഴും പിന്നല്ലേ പെട്ടെന്ന് ഇതാണ് സംഭവം. പരിപ്പ് തക്കാളി മാങ്ങ ഒരു പൊടിച്ചെടുത്തിട്ട് മാങ്ങ കൊറേ ചീഞ്ഞതൊക്കെ എടുത്ത് കളഞ്ഞ ശേഷം ഇങ്ങനെ ചിന്ത വന്നു. തക്കാളി മേടിക്കുക, കട്ട് ചെയ്യുക, ഫ്രിഡ്ജില് ആവശ്യമുള്ളത് ഫ്രഷ് എടുക്കുന്നു, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് തക്കാളി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത പോകും. അപ്പൊ ഈ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഐസായിട്ടിരിക്കും. അപ്പൊ അത് ചീത്ത. കുക്കറിൽ ഈ സാധനത്തിൽ ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ടു, ഒരു 1/2 സ്പൂൺ വെള്ളം കൂടി ഇട്ടു. അതായത് നമ്മൾ അവസാനം കറി വരുമ്പോ പച്ചമുളക് അരയ്ക്കും. ഒരു കുറയാണ്ടിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു കൂടുതലൊക്കെ വേണം. അതരയ്ക്കും. തേങ്ങ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ പച്ചമുളക് അരയ്ക്കും. എന്നിട്ട് കുക്കറിൽ രണ്ടും മേടിച്ചു. അപ്പൊ ഈ രണ്ട് മീനും ഇനി വൃത്തിയാക്കിയിട്ട് കറിയില്ല. കറി ഒന്ന് വാക്കാൻ. അപ്പൊ ഇതാണ് പരിപാടി. അത് കട്ട് ചെയ്യാൻ പോകണം. നമ്മളെ ടൂൾസ് ഒക്കെ റെഡി ആക്കിട്ട് വന്നിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യാൻ മത്തി കട്ട് ചെയ്യാൻ ഭയങ്കര റിസ്ക് ഉള്ള പരിപാടിയാണ് അല്ലേ? അതൊക്കെ പെണ്ണുങ്ങൾക്ക് നമുക്ക് ഭയങ്കര സിമ്പിളാ. മൗത്ത് എക്സ്പ്രഷൻ ഒക്കെ കേട്ടാ ബലം പിടിക്കണ്ടവേ. പരിപാടിയാണ്. അപ്പൊ ചാള ഇത്രയുമായി നന്നാക്കിയിട്ട് കണ്ടോ? നമ്മുടെ നാട്ടില് പെണ്ണുങ്ങള് നന്നാക്കണ പോലെയാണ് നന്നാക്കണത് അല്ലേ?
അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? പെണ്ണുങ്ങളെ പഠിച്ചതല്ലേ, നമ്മള് പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു മീനക്കാരനല്ലല്ലോ. ഓ അപ്പൊ അത് കാരണം കൊണ്ട് ഓൾമോസ്റ്റ് ചെയ്യുന്ന രീതിയൊക്കെ സെയിമാണ്. നമ്മുടേതായ ഒരു സ്പീഡുണ്ട്. അതുകൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോ അപ്പൊ ഇതിന്റെ അർത്ഥം നാട്ടിൽ ചെല്ലുമ്പോ അടുക്കള തന്നെയാണ് അല്ലേ? ആവശ്യത്തിന് ചെയ്യും. ഈ പണികളൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവര് പെട്ടെന്ന് ഫ്രീ ആവും. പിന്നെ മീൻ പിടിച്ച് സമയം പോലോ. ഓക്കെ വരിഞ്ഞു. പിന്നെ കറി വയ്ക്കാനുള്ളത് കണക്ക് വെച്ചിട്ട് ഉപ്പിടലാണ് ഇതിലിടുന്നു. ഇടും. സ്പൂൺ എത്ര ആവറേജ് ഇട്ടുള്ളൂ, ഒരുപാട് ഉപ്പ് വേണ്ടാന്നുള്ള ഒരു ഇതിലാണ്. ഇനി മഞ്ഞപ്പൊടി ഞാനൊരു സ്പൂൺ ഇടുന്നു. ഒരു സ്പൂൺ ഇടുമോ? വലിയ സ്പൂണാണ്. കുറച്ച് ബാക്കി വെച്ചിട്ട് മീൻ കറിക്കുള്ള മീൻ കറിയിൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം. അത് രണ്ടും ഒരുമിച്ചാണ് കയറ്റാണ്. എന്തായാലും പാത്രം തുറന്നു. ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടത്. അതുപോലെ തന്നെ ഒരു സ്പൂൺ, ഒരു ചെറിയ സ്പൂണാണത്, മുളക് പൊടിയും വലിയ ഇതറി ഇടുന്നു. ഇത് നടക്കും ഞങ്ങൾ കൈകൊണ്ട്. ഇതിനും കൂടി ഇട്ടു മുകളിൽ നിന്നുണ്ട്. ഇതേ സ്പൂണോട് ഒരു 2 സ്പൂൺ മുളക് പൊടി മീൻ കറിക്ക് ഇടണം. കൂടുതൽ ഇറങ്ങുമ്പോൾ നല്ല ഇതാണ്. പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടി എടുക്കണം. മല്ലിപ്പൊടി ഞാൻ കുറച്ച് ഫ്രിഡ്ജിൽ വെച്ചത് കൊണ്ട് ഈ പൊടിച്ച പൊടിയും ഫ്രിഡ്ജിലാണ് കേട്ടോ. എവിടെയാണ് വരുന്നത്? ഫ്രിഡ്ജിൽ വെച്ചാലും കൊണ്ട് ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. മല്ലിപ്പൊടി നമ്മൾ മീൻ വറുത്തിലേക്ക് ഇടുന്നില്ല, കറിയിലേക്ക് മാത്രം മതി. ഒരു സ്പൂൺ, 1.5 സ്പൂൺ ആണ് ഞാൻ ഇടുന്നത് മല്ലിപ്പൊടി. ഈ പുളിക്ക് ഒരു 4 പച്ചമുളക് ഇടും, കുറച്ച് വേപ്പിലിടും. ഇഞ്ചി വേണമെങ്കിൽ തളിച്ചിടാം. ഇഞ്ചി തളിച്ചിടുന്നു. എന്നിട്ട് നാളികേരപ്പാല്, ഇതിലിപ്പോ 2 നാളികേരം ഉണ്ട് കേട്ടോ. കറിയിലേക്ക് കഴിക്കാം, ഇതിലേക്ക് കഴിക്കാം. മറ്റേത് പാലല്ല, നാളികേരപ്പാല് വേണ്ട. നാളികേരം ഞാൻ ഒറ്റയ്ക്ക് വെക്കുന്നുണ്ടായിക്കോളൂ, പരീക്ഷണമാണ്. ഇതൊന്നും എല്ലാവരും കഴിക്കാനില്ലേ, റിസ്ക് ഞാൻ എടുത്തില്ല. അപ്പൊ നമുക്ക് നാളേരം മിക്സിലിട്ട് കഴി വെച്ചാൽ ചെറിയ ഒരു നാളേരം ഫുള്ള് നാളേരം ഇടും. അടിച്ച് നല്ല അരിക്കുണ്ട് കയ്യിൽ. അരിപ്പൊഴിച്ച് അരിച്ച് പാൽ ഒഴിക്കുള്ളൂ. ഇത് പാല് ലാസ്റ്റ് പിഴിയുമ്പോൾ ഞാൻ ചൂടുള്ളതിൽ പിഴിയും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ തേങ്ങ ഒഴിച്ചോ? ഇത് 2 പ്രാവശ്യം ഞാൻ പിഴിഞ്ഞ് അടിക്കും. എന്നാൽ പാല് വേറെ വെള്ളം ഒഴിച്ച് ഒഴിക്കില്ല. അടിയടിച്ച് അത് തിരിച്ച് പിന്നെ അടിക്കോ? ഒന്നുകൂടി അടിച്ചിട്ട് ഒന്നുകൂടി അടിച്ചിട്ട് വെള്ളം തരാം. 2 പ്രാവശ്യം പിഴിഞ്ഞ് ഒഴിക്കില്ലേ? അപ്പൊ ഈ കളറായി. പക്ഷെ എന്തോ ഒരു മഞ്ഞപ്പ് കുറവ് ശരിയാക്കോളല്ലേ? മഞ്ഞപ്പൊടി കുറവുണ്ടോ? മഞ്ഞപ്പൊടിയൊക്കെ കഷ്ടമാണ്. മല്ലിപ്പൊടിയാണ് കളഞ്ഞിട്ടുള്ളൂ, ബാക്കി കലർന്നാൻ പറ്റില്ല. ഈ മീന നമ്മൾ കളയണം. നമുക്ക് മുളക് കളയില്ല, കാരണം നമുക്ക് ഇത് തന്നെ മറ്റേത് അരയ്ക്കണം. ഏത് മസാല ഇട്ട് വെച്ചത് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇളക്കി മൊത്തത്തിൽ കൈയിട്ട് കൈ കൊണ്ടൊന്ന് തിരുമ്പി പിടിപ്പിച്ചു.
കംപ്ലീറ്റ് മസാല ഇട്ടു. കറി അടുപ്പത്ത് കയറി. അടുപ്പ് കത്തിച്ചേക്കാം. പണ്ട് കാലത്ത് പാത്രത്തിലേക്ക് പരിപ്പും മുരിങ്ങക്കായും നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ ഇതിലോട്ട് ഇട്ടാണുള്ള ബാക്കിയുള്ള മേക്കപ്പ് അതിലാണ്. തേങ്ങാപ്പാലല്ല, തേങ്ങ അരച്ചു വയ്ക്കും. തേങ്ങ പീരടക്കം പോവും. ഇത് കുറുകിയിരിക്കുന്നു. ഇതിലോട്ട് നമ്മൾ ഒരു 2 തേങ്ങ മേടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, മുഴുവൻ ഇട്ടില്ല. അത് ഒരു അരമുറി 3/4 മുറി മതി. ബാക്കിയുള്ള തേങ്ങ നമ്മൾ ഫ്രിഡ്ജിൽ നമ്മുടെ സ്ഥിരമായി എടുത്തു വയ്ക്കുന്ന ഒരു തേങ്ങ പാത്രമുണ്ട്. അതിപ്പോ കഴിഞ്ഞ ആഴ്ച എടുത്തതും അതിന് മുന്നത്തെ ആഴ്ച എടുത്തതും ഒക്കെ അതിൽ പോകും. കഴിഞ്ഞാൽ ഈ തേങ്ങ നമ്മൾ പുട്ടുണ്ടാക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പച്ചക്കറികൾക്കുള്ള എല്ലാ തേങ്ങയും അതിനാണ് നമ്മൾ നേരത്തെ പറയാൻ പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. കട്ടില്ലല്ലോ. ഇത് കുടംപുളി. മീനിൽ കുടംപുളി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ 4 ചുള കുടംപുളി ഞാൻ ഇടുന്നുള്ളൂ കൂടാ. പുളി ഒരുപാട് വേണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് നമ്മളെ മതി. അല്ലെങ്കിൽ എണ്ണയിൽ കുറച്ച് വേപ്പില പരത്തി. വേപ്പിലയുടെ മണം പിടിക്കും, മീൻ അടിയിൽ പിടിക്കാതെ വെക്കും. എന്നിട്ട് മീൻ അങ്ങോട്ട് നിരത്താണ് കേട്ടോ. അത് മീനെ നിരത്താണ്. ഇത്തിരി വെള്ളമുണ്ട്, അതുകൊണ്ട് പെറുക്കുന്നത് അത് കുഴപ്പമില്ല. സ്വാഭാവികം. ഇത് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നില്ലല്ലോ. എണ്ണ തെളിച്ച് പോയിട്ടോണ്ട് നിങ്ങളെ തൊട്ടിപ്പടിഞ്ഞപ്പുറത്ത് പുഴ, അതിന്റെ അപ്പുറത്ത് ഞാൻ, അതിന്റെ അപ്പുറത്ത് കടൽ. നീ 3 മീൻ ഇത് കൊള്ളൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് അപ്പലിട്ട് ഫ്രിഡ്ജിൽ വെക്കും. ഇതിന് പിന്നീട് നമുക്ക് ഉണ്ടാക്കാലോ. എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. നമ്മൾ 3 പേര് 4 10 വേണം. എരി വരില്ലോ. അല്ല നമുക്ക് പിന്നെ നോക്കാമേ. ലാസ്റ്റ് നോക്കാം. ജഗ്ഗുനുള്ളതേ അവിടേക്ക് ഒരേ മീൻ കഷ്ണം തിന്നാ മതി. എന്തിനു വെള്ളം ചേർക്കണം? മീനിൽ വെള്ളം ഉണ്ടല്ലോ. 1 മീൻ കൂടി നിൽക്കാം. ഓക്കെ, രണ്ടടുത്തേക്കാം. അത് ഞാൻ എൻ്റെ ഇന്നത്തെ ഓക്കെ. അപ്പൊ ഇതോടുകൂടിയിട്ട് നമ്മളത് വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചോറ്, അതുപോലെ പരിപ്പ് കറി റെഡിയായി, മീൻ വറുത്ത് റെഡിയായി, മീൻകറി റെഡിയായി. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ റെഡിയായി. അപ്പൊ ഇതാണ് ഇന്നത്തെ ഞങ്ങളുടെ ഡേ ഓഫിന്റെ പരിപാടി. എന്തെങ്കിലും പറയാമല്ലോ. വേർത്ത് കുളിച്ചു കൊറേ നേരമായി കഷ്ടപ്പെടുന്നത്. നോക്കിക്കാൻ പറ, ബാക്കി എന്തുണ്ട് പറ എല്ലാവരോടും, നമ്മുടെ പ്രേക്ഷകരോട്. ഞാൻ വീഡിയോ കാത്തിരിക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, ആരാധകന്മാര് എല്ലാവരും ഉണ്ട്. എല്ലാവർക്കും നമോഹാഹം. അപ്പൊ ബാക്കി ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോ. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഞങ്ങളുടെ ദിവസം എല്ലാ ശനിയാഴ്ചയും
അപ്പൊ ഞായറാഴ്ച വരുന്ന വീഡിയോ ഇതായി ഞങ്ങളുടെ റൂമിൽ ബാക്കിയുള്ള ദിവസം ബാക്കിയുള്ള ദിവസമൊക്കെ അപ്പൊ മീശ പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ലാലേട്ടന് എമ്പുരാൻ വരുമ്പോ നമ്മള് എമ്പുരാനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. എമ്പുരാൻ 27-ാം തീയതി എമ്പുരാൻ വരും. അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ടിക്കറ്റ് കിട്ടണമെങ്കിൽ ഞാനും പോകും ഫസ്റ്റ് ഷോയ്ക്ക്. അതെ, അപ്പൊ ഫാൻ ഷോയ്ക്ക്. അതെ, അപ്പൊ എമ്പുരാൻ എല്ലാവരും കാണണം. അതെ, കണ്ടിട്ട് അഭിപ്രായം ഇവിടെ കമന്റ് അടിച്ചാൽ ഞങ്ങൾ പൊളിക്കും. അതെ, അല്ലാതെ ഞങ്ങൾ അപ്പൊ ഇതെന്താ വെച്ചാല് ഞങ്ങളിപ്പോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്ന വീഡിയോ. അപ്പൊ ഫുഡ് സെറ്റായി. നമ്മളെ കമന്റില് എന്താന്ന് വെച്ചാൽ അറിയില്ല കമന്റ് ചെയ്യും മനുഷ്യന്മാരെ. കണ്ടിട്ട് വെറുതെ പോലെ ഒരു പ്രോത്സാഹനം. ഇത്രയും വേർത്ത് വിഷമിച്ച് കഷ്ടപ്പെട്ട് നമ്മളെ വീഡിയോ ഒരു ദിവസം ഫുഡടിച്ച് ആസ്വദിക്കുന്നുണ്ട്. വേറെ കാര്യം. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാ. അപ്പൊ എല്ലാവർക്കും ഇത് ഭംഗിക്കല്ല, എല്ലാതും സൂപ്പറാ. ടേസ്റ്റ് ചെയ്ത് തരത്തിലുള്ളൊരു ലൊക്കേഷൻ അയച്ചുതരാം. ഇങ്ങോട്ട് വരും. സാറ്റർഡേ ഓൺലി. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പഴഞ്ചോറും കഞ്ഞിയ. അപ്പൊ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു അല്ലേ.